ഇന്ന് നമുക്ക് ചെറിയൊരു റെസിപ്പി വീഡിയോ ആയാലോ? ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഈ റെസിപ്പിയും മേക്കിങ്ങും ഞാനല്ല, എൻ്റെ ഉമ്മാക്ക് തലമുറകളാൽ കൈമാറി കിട്ടിയ ഒരു റെസിപ്പിയാണ്. എന്നെപ്പോലെ 90s കിഡും അതിന് മുകളിലുള്ളവരും ഇത് കണ്ടിട്ടും കേട്ടിട്ടും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഈന്തും പിടി. ഇത് ഉണ്ടാക്കാനുള്ള പണി കുറച്ചൊന്നുമില്ല, കുറച്ച് പെടാപ്പാട് വിടണം. അപ്പോൾ ആദ്യം തന്നെ ഈന്തും പൊടി ഒന്ന് വാട്ടിയെടുക്കണം, നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ. അപ്പോഴേക്കും അതിലേക്കുള്ള ബീഫും റെഡിയാക്കാം. ബീഫ് വേവിക്കുന്നത് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഞാൻ ആദ്യം വാട്ടി വെച്ച പൊടി നന്നായിട്ട് കുഴച്ചെടുത്ത് ചെറിയ ഉണ്ടകളാക്കിയിട്ട് മാറ്റി വെക്കണം. ഇതാണ് ഇതിലെ മെയിൻ പണി. കുറച്ചധികം നേരം ഇതിനു വേണ്ടി ചിലവഴിക്കണം. പിന്നെ ഈ ബോൾസ് എല്ലാം ഒന്ന് തിളപ്പിച്ചൂറ്റണം. അതും എല്ലാം കൂടി ഒരുമിച്ചിടാൻ പറ്റില്ല. ഇപ്പം ഇവിടെ ഉമ്മ 2 ട്രിപ്പായിട്ടാണ് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ളത്. നേരത്തെ അടുപ്പിൽ വെച്ച ബീഫ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ആ ബീഫും പിടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വെള്ളമൊക്കെ വച്ച് വന്നപ്പോൾ ഉമ്മ നല്ല വറുത്ത തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കിടന്ന് തിളക്കട്ടെ. ഇതൊന്ന് ഇളക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അടിയിൽ നിന്ന് കോരി കോരി ഇളക്കണം, അല്ലെങ്കിൽ അതെല്ലാം കൂടെ കട്ടുകുത്തുന്ന് പറഞ്ഞ് ചെറിയൊരു ചീത്ത പറച്ചിൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിളച്ച് വന്നാല് ചെറിയ ഉള്ളും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് തൂമ്പിച്ചെടുക്കാം. സംഭവം കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും അതത്ര സിമ്പിൾ അല്ല. അപ്പൊ ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ടേ.